നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീർ അതിർത്തിയിൽ പാക് സൈന്യം ഷെല്ലാക്രമണം ശക്തമാക്കി. ആക്രമണത്തിൽ 5 ഇന്ത്യൻ ജവാന്മാർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ 5 പാക് സൈനിക പോസ്റ്റുകൾ തകർന്നു. 11 പാക് സൈനികർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. കശ്മീരിലെ ഷോപ്പിയാനിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ? കൂടുതൽ ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റ വിവരങ്ങളാണോ പുറത്തുവരുന്നത്? വിശദാംശങ്ങൾ. ധന്യ, ഇന്നലത്തെ വ്യോമാക്രമണത്തിന് ശേഷം പുതിയ തന്ത്രവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഗ്രാമീണരെ മറയാക്കി അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യൻ സേനയോട് ഏറ്റുമുട്ടുക. നേരിട്ടുള്ള ഏറ്റുമുട്ടലിനപ്പുറം അത്തരത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ തന്ത്രം അവർ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇതിന് ശക്തമായി തിരിച്ചടിച്ചു. ഷോപ്പിയാൻ മേഖലയിലാണ് ഇന്നലെ രാത്രി വൈകി മുതൽ ഈ ഏറ്റുമുട്ടൽ വെടിവെപ്പ് ആരംഭിച്ചത്. പ്രകോപനമില്ലാത്ത വെടിവെപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ ഇതിന് കൃത്യമായി തിരിച്ചടി നൽകി. അവരുടെ 11ഓളം സൈനികർക്ക്, 12ഓളം പാക് സൈനികർക്ക് ഇപ്പോൾ കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. 2-3 പേരുടെ നില ഗുരുതരമാണ് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 5 ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റു. അവരുടെ ആരുടെയും നില ഗുരുതരമല്ല. 2 പേരെ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിർത്തിയിൽ കാര്യമായ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൂചനകൾ ലഭിക്കുന്നത്. പലതരത്തിൽ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ട് ഭീകരരെ വീണ്ടും ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന് സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ട്. നേരത്തെയും ഇതേ തന്ത്രം പാകിസ്ഥാൻ പരീക്ഷിച്ചിരുന്നു. ഈ ഏറ്റുമുട്ടലിലൂടെ ഇതിന്റെ മറവിൽ ഭീകരരെ ഇന്ത്യയിലേക്ക് കയറ്റിവിടുക, ഒപ്പം ഗ്രാമീണരെ മറയാക്കുക എന്ന പുതിയ തന്ത്രത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു. ഇന്നലത്തെ ആക്രമണത്തിൽ അവർ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് ഇമ്രാൻഖാൻ അടക്കം നൽകിയിരുന്നു. ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തെപ്പറ്റി ഇന്ന് ചേരുന്ന പാകിസ്ഥാൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ സർക്കാർ കാര്യങ്ങൾ വിശദീകരിക്കും. ഇസ്ലാമാബാദിലെ അണ്വായുധ സമിതിയുടെ നിയന്ത്രണമുള്ള നാഷണൽ കമാൻഡ് അതോറിറ്റി യോഗവും ഇമ്രാൻഖാൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒപ്പം ലോക രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. സൗദി അറേബ്യയെ ചൈനയും കാര്യങ്ങൾ ധരിപ്പിച്ചു. തങ്ങൾക്ക് അനുകൂലമായി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചു എന്നാണ് സൂചന. സൗദി അറേബ്യയും ചൈനയുമെങ്കിലും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മറ്റ് ലോക രാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഇന്ത്യക്കാണ്. ചൈനയുടെ നിലപാട് വ്യക്തമായിട്ടില്ല. സൗദിയും ഏതാണ്ട് പാകിസ്ഥാൻ അനുകൂല നിലപാട് പല ഘട്ടത്തിലും സ്വീകരിച്ചിരുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇത്തരത്തിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ വിവിധ നടപടികൾ സ്വീകരിക്കുമ്പോഴും ഒപ്പം ഇത്തരത്തിൽ അതിർത്തിയിൽ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൈന്യം അതീവ ജാഗ്രതയിലാണ്. ഏത് തിരിച്ചടിയും ഏത് സമയത്ത് ആക്രമണം ഉണ്ടായാലും തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ടായെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ ഉടനീളം സൈന്യത്തിന്റെ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. ധന്യ. ശരി രഞ്ജിത്ത്. പാകിസ്ഥാൻ മണ്ണിൽ വ്യോമാക്രമണം നടത്തി ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ പിന്തുണയേറുന്നു. ഇന്ത്യൻ നീക്കത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച് ഫ്രാൻസും ഓസ്ട്രേലിയയും രംഗത്തെത്തി. ബാലാക്കോട്ട് ആക്രമണത്തിന് പിന്നാലെ നയതന്ത്ര ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ചൈനയിലെത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് നിമിഷവും യുദ്ധമുണ്ടായേക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. പാക് മണ്ണിലെ ഭീകരതാവളങ്ങളിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തെ പൂർണ്ണമായും പിന്തുണക്കുന്ന നിലപാടാണ് ഫ്രാൻസ് കൈക്കൊണ്ടത്. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം ചെറുക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നതായി ഫ്രാൻസ് അറിയിച്ചു. സ്വന്തം മണ്ണിലെ ഭീകര സംഘടനകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവണമെന്നും ഫ്രാൻസ് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയെ അനുകൂലിച്ച് ഓസ്ട്രേലിയയും രംഗത്തെത്തിയിരുന്നു. ഭീകര ഗ്രൂപ്പുകൾക്കെതിരെ പാകിസ്ഥാൻ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി മാരിസ് പെയിൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും വലിയ പ്രാധാന്യമാണ് ഇന്ത്യൻ ആക്രമണത്തിന്റെ വാർത്തകൾക്ക് നൽകുന്നത്. ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന സാഹചര്യമാണെന്നാണ് BBC-യുടെ വിലയിരുത്തൽ. അതിനിടെ ബാലക്കോട്ട് തിരിച്ചടിക്ക് പിന്നാലെ നയതന്ത്ര ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ചൈനയിലെത്തി. 16ാമത് റഷ്യ ഇന്ത്യ ചൈന ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സുഷമ സ്വരാജ് ചൈനയിലെ വിഹാനിയിലെത്തിയത്. റഷ്യയുടെ സാന്നിധ്യത്തിൽ ചൈനയുമായി ഇന്ത്യ നടത്തുന്ന ചർച്ചകളുടെ ഫലമെന്താവുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ സിനിമകളും പരസ്യങ്ങളും പാകിസ്ഥാനിൽ വിലക്കി. ഇന്ത്യൻ സിനിമകൾ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും പ്രദർശിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും പാക് വാർത്താവിതരണ മന്ത്രി ഫവാദ് ചൌധരി അറിയിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് വ്യോമസേന പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർത്തത്. ജയ്ഷെ കമാൻഡർ ഉൾപ്പെടെ 300ഓളം പേർ ഇന്ത്യയുടെ മിന്നലാക്രമണത്തിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ നടപടി സമാധാന കരാറുകളുടെ ലംഘനമാണെന്നും അനുയോജ്യമായ രീതിയിൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാന് അവകാശമുണ്ടെന്നുമായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്ത്യൻ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് സംഘർഷാവസ്ഥയിൽ അയവ് വരുത്താൻ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ. ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷ സാധ്യത ഒഴിവാക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളും പരമാവധി നിയന്ത്രണം പാലിക്കണമെന്നാവശ്യപ്പെട്ട് ചൈനയും രംഗത്ത് വന്നു.
സർജിക്കൽ സമയത്തുണ്ടാകാത്ത പ്രതികരണമാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായത്. പാകിസ്ഥാൻ മണ്ണായ ബാൽക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിവെക്കുമെന്ന ആശങ്കയാണ് അവർക്കുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും പരമാവധി സംയമനം പാലിക്കണമെന്നും സംഘർഷ സാധ്യത ഒഴിവാക്കണമെന്നും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. സമാധാന അന്തരീക്ഷം നിലനിർത്താൻ പരമാവധി ശ്രമിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു. അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, തുർക്കി, ആസിയാൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ വിദേശ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഖോഖലെയുമായി സംസാരിച്ചു. ഇന്ത്യ പരമാവധി നിയന്ത്രണം പാലിക്കണമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലൂ കാങ് ആവശ്യപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനും തെക്കനേഷ്യയിലെ പ്രധാന രാഷ്ട്രങ്ങളാണെന്നും സമാധാനവും സ്ഥിരതയും കൈവരിക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹമ്മൂദ് ഖുറേഷി ചൈനീസ് സ്ഥാനപതിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ വ്യോമസേന തകർത്ത ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര പരിശീലന കേന്ദ്രത്തിലുണ്ടായിരുന്നത് റിസോർട്ടുകൾക്ക് സമാനമായ അത്യാധുനിക സൌകര്യങ്ങൾ. 6 ഏക്കറിലായിരുന്നു ക്യാമ്പ് വ്യാപിച്ചു കിടന്നിരുന്നത്. ഹാളുകളിലും ഡോർമെറ്ററി സംവിധാനങ്ങളുമായി 600 പേരെ ഉൾക്കൊള്ളാവുന്ന സൌകര്യങ്ങൾ ഇവിടെയുണ്ടായിരുന്നു. പുൽവാമയിലെ ചാവേർ ആക്രമണത്തിന് ശേഷം നിയന്ത്രണ രേഖക്കടുത്തു നിന്ന് ഭീകരരെയെല്ലാം സുരക്ഷിത കേന്ദ്രമെന്ന നിലയിൽ ബാലാക്കോട്ട് ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. ആധുനിക സൗകര്യങ്ങളായിരുന്നു ഈ ക്യാമ്പിൽ ഒരുക്കിയിരുന്നത്. 600ഓളം പേർക്ക് വരെ താമസിക്കാൻ സംവിധാനമുള്ള കേന്ദ്രത്തിൽ ജിംനേഷ്യവും നീന്തൽക്കുളവും അടക്കമുള്ള സംവിധാനങ്ങളും പാചകക്കാരും ശുചീകരണ തൊഴിലാളികളുമെല്ലാം ഉണ്ടായിരുന്നു. സമീപത്തുള്ള കുനാർ നദിയിലും നീന്തൽ പരിശീലനം നൽകാറുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും കൊടികളുടെ നിറങ്ങൾ ഇവിടത്തെ ചവിട്ടുപടികളിൽ വരച്ചിരുന്നു. ഇതടക്കമുള്ള ക്യാമ്പിന്റെ ചിത്രങ്ങൾ സർക്കാർ പുറത്തുവിട്ടു. മസൂദ് അസറിന്റെ ഭാര്യ സഹോദരൻ യൂസുഫ് അസറായിരുന്നു ക്യാമ്പ് തലവൻ. 2000 ആണ്ട് മുതൽ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചയാളാണ് യൂസുഫ് അസർ. ഇയാളടക്കം ക്യാമ്പിലെ 25ഓളം പരിശീലകർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും ദ്വിദിന കൂടിക്കാഴ്ചയ്ക്കായി വിയറ്റ്നാമിലെ ഹനോയിലെത്തി. ഇന്നും നാളെയുമാണ് 2ാം വട്ട കൂടിക്കാഴ്ച നടക്കുക. ആണവ നിരായുധീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ ആദ്യ ഉച്ചകോടി കൈക്കൊണ്ട തീരുമാനം ഫലപ്രദമായി നടപ്പാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കളും തമ്മിൽ വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നത്. ഹനോയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുക. കഴിഞ്ഞ വർഷം ജൂണിൽ സിംഗപ്പൂരിലായിരുന്നു ആദ്യ ഉച്ചകോടി. ഉത്തരകൊറിയയുടെ അണുവായുധ നിരായുധീകരണത്തിനായുള്ള പ്രഖ്യാപനം ഉച്ചകോടിയിൽ ഉണ്ടായെങ്കിലും തുടർ നടപടികൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പൊതു മിനിമം പരിപാടി തയ്യാറാക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ സജീവ പ്രചാരണ വിഷയമാവുന്നതിനുള്ള തന്ത്രങ്ങൾക്ക് യോഗം രൂപം നൽകും. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, NCP, നാഷണൽ കോൺഫറൻസ്, ആം ആദ്മി പാർട്ടി എന്നീ പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കും. പുൽവാമ ഭീകരാക്രമണം, പാക് ഭീകരകേന്ദ്രങ്ങൾക്കെതിരായ വ്യോമാക്രമണം എന്നിവ സംബന്ധിച്ച് വിശദമായ ചർച്ച യോഗത്തിൽ നടക്കും. ഭീകരകേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം രാഷ്ട്രീയ മുതലെടുപ്പിന് കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചാൽ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചും ചർച്ചയുണ്ടാകും. വയനാട്ടിലെ കർഷകർക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കി സർക്കാർ. കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങൾക്ക് സഹായമുണ്ടാകും. ഇന്നത്തെ മന്ത്രിസഭാ യോഗം പദ്ധതിക്ക് അംഗീകാരം നൽകിയേക്കും. ഇന്നത്തേത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനുള്ള അവസാനത്തെ സംസ്ഥാന മന്ത്രിസഭാ യോഗമാകാനാണ് സാധ്യത. അതിനാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രധാന തീരുമാനങ്ങൾക്കും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയേക്കും. KSRTCയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട എംപാനൽ ജീവനക്കാരുടെ പ്രശ്നവും ചർച്ചയ്ക്ക് വരും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന എംപാനൽ ജീവനക്കാരുമായി ഗതാഗത മന്ത്രി ഇന്ന് ചർച്ച നടത്തിയേക്കും. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താനൊരുങ്ങി ജീവനക്കാരുമായി LDF കൺവീനർ A. വിജയരാഘവൻ ചർച്ച നടത്തിയിരുന്നു. ഗതാഗത മന്ത്രിയുമായി ചർച്ചയ്ക്ക് കളമൊരുക്കണമെന്ന ഉറപ്പിലാണ് സമരം വേണ്ടെന്ന് വെച്ചത്. ഇന്ന് മന്ത്രിസഭാ യോഗ ശേഷമാകും ഗതാഗത മന്ത്രി ജീവനക്കാരുമായി ചർച്ച നടത്തുക. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് എംപാനൽ ജീവനക്കാരുടെ തീരുമാനം. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമഭാവന മെഗാ ഷോയോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനം. എഴുത്തച്ഛൻ മുതൽ ONV വരെയുള്ളവരുടെ കവിതകളെ കലാരൂപങ്ങൾ വഴി മെഗാ ഷോയിൽ അവതരിപ്പിക്കും. 1000 യുവ കലാപ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമഭാവന എന്ന സർഗോത്സവത്തോടെയാണ് 1000 ദിനാഘോഷങ്ങളുടെ സമാപനം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മെഗാ ഷോയിൽ 300ഓളം കലാപ്രതിഭകൾ അരങ്ങിലെത്തും.
നവകേരള നിർമ്മിതിയിൽ യുവകലാകാരന്മാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഗാ ഷോ. ഗതിക, കേരള നടനം, കഥകളി, മോഹിനിയാട്ടം, വഞ്ചിപ്പാട്ട്, തോൽപ്പാവക്കൂത്ത തുടങ്ങി 30ഓളം കലാരൂപങ്ങൾ മെഗാ ഷോയിലുണ്ടാകും. വിവിധ കലകളിൽ പ്രാവീണ്യമുള്ളവരെയാണ് ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ കേരളത്തിൻ്റെ വൈവിധ്യപൂർണമായ കലാരൂപങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ സംസ്കാരം, ഭാഷ, നമ്മൾ ഏത് വഴിയാണ് കടന്നു വന്നത് എന്ന കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ എന്നുള്ള രീതിയിൽ, ഒരു മൾട്ടിമീഡിയ മെഗാ ഷോ എന്നുള്ള രീതിയിലാണ് സമഭാവന രൂപകൽപ്പന ചെയ്യുന്നത്. 14 മിഴാവുകളുടെ താളത്തിൽ വേദി ഉണരും. തുടർന്ന് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ യുദ്ധകാന്ഡം തോൽപ്പാവക്കൂത്തായും കാറൽമാൻ ചരിത്രം ചവിട്ടുനാടകമായും അവതരിപ്പിക്കപ്പെടും. ഓരോ അവതരണത്തിനും 8 മിനിറ്റാണ് ദൈർഘ്യം. മുഖ്യമന്ത്രി സർഗോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. മികച്ച നടൻ, നടി, സംവിധായകൻ എന്നീ പുരസ്കാരങ്ങൾ സീനിയർ, ജൂനിയർ താരങ്ങൾ തമ്മിലാണ് മത്സരം. ജോജു ജോർജ്, ഫഹദ് ഫാസിൽ, ജയസൂര്യ, മോഹൻലാൽ എന്നിവരാണ് മികച്ച നടന്മാരുടെ പട്ടികയിൽ മുന്നിലുള്ളത്. സീനിയർ താരങ്ങളും ജൂനിയർ താരങ്ങളും തമ്മിലുള്ള മത്സരമാകും ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. ജോസഫ്, ചോല എന്നീ സിനിമകളിലൂടെ ജോജു ജോർജും, ഞാൻ പ്രകാശൻ, വരത്തൻ എന്നീ സിനിമകളിലൂടെ ഫഹദ് ഫാസിൽ, ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി എന്നീ സിനിമകളിലൂടെ ജയസൂര്യ എന്നിവരാണ് നടന്മാരുടെ പട്ടികയിൽ മുന്നിൽ. മോഹൻലാൽ, ടൊവിനോ തോമസ്, നിവിൻ പോളി എന്നിവരും മികച്ച നടന്മാരുടെ സാധ്യതാ പട്ടികയിലുണ്ട്. ജോജു ജോർജിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. മികച്ച നടിമാരുടെ മത്സരവും കടുത്തതാവും. അവിടെയും സീനിയർ, ജൂനിയർ പോരാട്ടമാണ്. മഞ്ജു വാര്യർ, ഉർവശി, നസ്രിയ നസീം, അനു സിത്താര, എസ്തർ എന്നിവരാണ് അവസാനവട്ട പട്ടികയിൽ. മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള അവാർഡിന് മത്സരിക്കുന്നവരിൽ രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയവർ മുതൽ പുതുതലമുറക്കാർ വരെയുണ്ട്. ഷാജിയൻ കരുൺ, TV ചന്ദ്രൻ, ജയരാജ്, സനിൽകുമാർ ശശിധരൻ, സക്രിയ എന്നിവരാണ് സംവിധായകർക്കുള്ള മത്സരരംഗത്തുള്ളത്. സുഡാനി ഫ്രം നൈജീരിയയിലൂടെ സക്രിയയ്ക്കാണ് സാധ്യത കൂടുതൽ. മികച്ച സംഗീത സംവിധാനത്തിനുള്ള സാധ്യതാ പട്ടികയിൽ പതിവ് പോലെ M ജയചന്ദ്രനും ഉണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിന്റെ ആമി, വൈസ് ചെയർപേഴ്സൺ ബീന പോൾ എഡിറ്റിംഗ് നിർവഹിച്ച കാർബൺ എന്നീ ചിത്രങ്ങളും വിവിധ വിഭാഗങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര ഇന്ന് തലസ്ഥാന നഗരിയിൽ. രാവിലെ 9:30 തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ പാരിപ്പള്ളിയിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. വർക്കല, ചിറയിൻകീഴ്, ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, ആര്യനാട് വഴി കാട്ടാക്കടയിലാണ് ഇന്നത്തെ യാത്രയുടെ സമാപനം. നാളെ വൈകിട്ട് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നടക്കുന്ന സമ്മേളനത്തോടെ ജാഥ സമാപിക്കും. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്ര ഇന്ന് കൊച്ചിയിൽ. രാവിലെ 9:30 ജില്ലാ അതിർത്തിയായ പൈങ്ങോട്ടൂരിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം എന്നിവിടങ്ങളിൽ നടക്കുന്ന പര്യടനത്തിന് ശേഷം ജാഥ പട്ടിമറ്റത്ത് സമാപിക്കും. നാളെ പെരുമ്പാവൂർ, അങ്കമാലി മേഖലകളിലാകും ജാഥ പര്യടനം നടത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള RSP സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP NK പ്രേമചന്ദ്രനെ തന്നെയാണ് പാർട്ടി മത്സരിപ്പിക്കുന്നത്. ഇന്നലെ നടന്ന UDF ഉഭയകക്ഷി ചർച്ചയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അനുമതി നൽകിയിരുന്നു. പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് RSPക്കുള്ളിൽ തർക്കങ്ങളില്ലാത്തതിനാൽ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി A അസീസ് അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ ലൈംഗിക പീഡന കേസിലെ അന്വേഷണം ഫലപ്രദമായി നടക്കുന്നില്ലെന്നാരോപിച്ച് സോളാർ കേസിലെ പ്രതിയായ യുവതി നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയ ഓർഡിനൻസ് പ്രകാരം നടപടി വേണമെന്നാണ് ആവശ്യം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്നാണ് കേസ്. AICC ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയുമായ KC വേണുഗോപാലിനെതിരായ അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നാരോപിച്ച് നൽകിയ ഹർജിയിൽ നേരത്തെ കോടതി പോലീസിന്റെ വിശദീകരണം തേടിയിരുന്നു. വേണുഗോപാലിനെതിരായ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചത്. ഈ ഹർജി അടുത്തയാഴ്ചയാണ് പരിഗണിക്കുന്നത്. വാർത്തകളിലേക്ക്. ബാറുകൾക്ക് പുറമെ ക്ലബ്ബുകളിലും യഥേഷ്ടം മദ്യവിൽപ്പന വ്യാപകമാക്കാൻ സർക്കാർ നീക്കം. ക്ലബ്ബുകളിൽ കൂടുതൽ കൌണ്ടറുകൾ അനുവദിച്ചുകൊണ്ട് ഉടൻ ഉത്തരവിറങ്ങും. ക്ലബ്ബുകളിൽ അധികമായി ആരംഭിക്കുന്ന ഓരോ കൌണ്ടറിനും 50,000 രൂപയാണ് വാർഷിക ഫീസ്. ബാറുകളിൽ യഥേഷ്ടം മദ്യവിൽപ്പന കൌണ്ടറുകൾ അനുവദിച്ചതിന് പിന്നാലെയാണ് ക്ലബ്ബുകളിലും പരിധിയില്ലാതെ കൌണ്ടറുകൾ തുറക്കാൻ എക്സൈസ് വകുപ്പിന്റെ നീക്കം. ബാറുകളിൽ 25,000 രൂപയാണ് പുതുതായി തുറക്കുന്ന ഓരോ കൌണ്ടറിനും വാർഷിക ഫീസായി നൽകേണ്ടത്. എന്നാൽ ക്ലബ്ബുകൾക്കിത് 50,000 രൂപ വരെയാണ്. ക്ലബ് റൂമിന് പുറത്താണ് കൌണ്ടർ തുറക്കുന്നതെങ്കിൽ 30,000 രൂപ നൽകിയാൽ മതി.
റൂഫ് ടോപ്പ്, നീന്തൽക്കുളം എന്നിവിടങ്ങളിൽ കൗണ്ടർ പ്രവർത്തിപ്പിക്കുന്നതിന് 50,000 രൂപ നൽകണം. സംസ്ഥാനത്ത് 41 ക്ലബ്ബുകൾക്കാണ് ബാർ ലൈസൻസ് ഉള്ളത്. ബാറുകളുടെ വാർഷിക ലൈസൻസ് ഫീസ് 28 ലക്ഷവും ക്ലബ്ബുകളുടേത് 15 ലക്ഷം രൂപയുമാണ്. പാട്ടത്തുകയിലടക്കം സർക്കാരിന് കോടികൾ നൽകാനുള്ളപ്പോഴാണ് ക്ലബ്ബുകൾക്ക് എക്സൈസ് വകുപ്പ് പുതിയ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. തലസ്ഥാന ജില്ലയിൽ നാഷണൽ ക്ലബ്ബ് മാത്രം 5 കോടി രൂപ സർക്കാരിന് കുടിശ്ശികയായി നൽകാനുണ്ട്. ട്രിവാൻഡ്രം ക്ലബ്ബ്, ശ്രീമൂലം ക്ലബ്ബ് എന്നിവയും വൻതുകയാണ് സർക്കാരിന് നൽകാനുള്ളത്. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. പൊതുസ്ഥലങ്ങളിലെ ഫ്ലെക്സും ബാനറുകളും നീക്കാത്ത നടപടിക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. 10 ദിവസത്തിനകം നടപടിയെടുക്കാത്ത പക്ഷം തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്കും ഫീൽഡ് ജീവനക്കാർക്കുമെതിരെ നടപടി എടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്ന് ഡിജിപിയോട് ആവശ്യപ്പെട്ടു. അനധികൃതമായി ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും സ്ഥാപിക്കുന്നവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം, പോലീസ് ആക്ട് തുടങ്ങിയവയിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ഇക്കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകുന്ന സർക്കുലർ പുറപ്പെടുവിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകി. മുൻ ഇടക്കാല ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നിരവധി ഉത്തരവുകളും സർക്കുലറുകളും ഇറക്കിയെങ്കിലും ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമാവുകയാണെന്ന് കോടതി നിരീക്ഷിച്ചു. 10 ദിവസത്തിനു ശേഷവും നീക്കം ചെയ്യാത്ത അനധികൃത ബോർഡുകളും ബാനറുകളും ഉണ്ടെങ്കിൽ സെക്രട്ടറിമാർക്കും ഫീൽഡ് സ്റ്റാഫിനുമായിരിക്കും ഉത്തരവാദിത്വം. ഇവരിൽ നിന്ന് 2018 ഒക്ടോബർ 28 കോടതി നിർദ്ദേശിച്ച താരിഫും പിഴയും ഈടാക്കും. നീക്കം ചെയ്യുന്ന ബോർഡുകൾ മാലിന്യം കൂട്ടിയിടുന്ന പൊതുസ്ഥലങ്ങളിലേക്ക് നീക്കാതെ അവ സ്ഥാപിച്ചവർക്കു തന്നെ തിരികെ നൽകി പിഴ ഈടാക്കണം. സെക്രട്ടറി നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ ഡിജിപി പോലീസിന് നിർദ്ദേശം നൽകണം. അനധികൃത ബോർഡ് നിരോധനം ഉറപ്പാക്കാൻ നേരത്തെ നിയമിച്ച 2 നോഡൽ ഓഫീസർമാരും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഓരോ ജില്ലയിലും നോഡൽ ഓഫീസർമാരെ നിയമിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് 18 കൊച്ചി. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടവർക്കായി മാർച്ച് 2, 3 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി ക്യാമ്പ് നടത്തുന്നു. 1200 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ക്യാമ്പിൽ വെച്ച് ഓൺലൈനായി പേര് ചേർക്കാൻ സൌകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ജനുവരി 30 പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് 2, 3 തീയതികളിൽ നടക്കുന്ന ക്യാമ്പിൽ പേര് ചേർക്കാം. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഈ വോട്ടർ പട്ടികവുമായി അവിടെ ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവർ അവിടെ പോയിട്ട്, അതായത് പോളിംഗ് സ്റ്റേഷനിൽ പോയിട്ട് ആ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ അവിടെ തന്നെ കമ്പ്യൂട്ടർ സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സംവിധാനം അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് ഓൺലൈൻ തന്നെ അവിടെ തരാൻ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. വയസ്സും വിലാസവും തെളിയിക്കാനുള്ള രേഖ സഹിതം വേണം ക്യാമ്പിലെത്താൻ. ആധാർ, SSLC ബുക്ക്, ജനന സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി ഏത് രേഖയും ഇതിനായി ഉപയോഗിക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം. 91 കോലിബി സഖ്യത്തിന്റെ ഉപജ്ഞാതാവ് കെ കരുണാകരനായിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ. താൻ പാർലമെന്റിൽ എത്താതിരിക്കാൻ രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് കരുണാകരൻ സഖ്യത്തിന് മുൻകൈയെടുത്തതെന്നും ഉണ്ണികൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. 91 ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടക്കുന്ന കാലം. ബേപ്പൂരിൽ RSS ബന്ധമുള്ള ഡോക്ടർ മാധവൻകുട്ടിയും വടകര ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് രത്നസിംഗും സ്വതന്ത്രരായി മത്സരിക്കുന്നു. 2 സ്ഥാനാർത്ഥികൾക്കും UDFും BJPയും പിന്തുണ പ്രഖ്യാപിച്ചു. അന്ന് വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി കോൺഗ്രസ് എസിലെ KP ഉണ്ണികൃഷ്ണൻ. പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചുപോയെങ്കിലും കോലിബി സഖ്യം യാഥാർത്ഥ്യമായിരുന്നുവെന്ന് KP ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നു. പിന്നിൽ പ്രവർത്തിച്ചത് ലീഡർ കെ കരുണാകരൻ. സഖ്യം രൂപപ്പെടുത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ച് ഞാൻ മനസ്സിലാക്കിയത് കരുണാകരൻ തന്നെയാണ്. ലീഗ് കൂടെ നിന്നൊന്ന് മാത്രം. എന്നെ എങ്ങനെയെങ്കിലും പാർലമെൻറ്റിൽ അയക്കരുത് എന്നുള്ള ഒരു നിർബന്ധത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയ സഖ്യമാണ്. പക്ഷെ അത് മുസ്ലിം ചെറുപ്പക്കാരും സ്ത്രീകളുമൊക്കെ അതിനെതിരായി ശക്തിയായി റിയാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ജയിച്ചു, സഖ്യം പരാജയപ്പെട്ടു. രാജീവ് ഗാന്ധി വിമർശകനായിരുന്നു അന്ന് KP ഉണ്ണികൃഷ്ണൻ. ബോഫേഴ്സ് കേസിൽ പാർലമെന്റിലെ ഉണ്ണികൃഷ്ണന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രാജീവ് ഗാന്ധി കുഴങ്ങി. രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് കരുണാകരൻ സഖ്യനീക്കം നടത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. താൻ പാർലമെന്റിൽ വീണ്ടും എത്തുന്നത് തടയുകയായിരുന്നു ലക്ഷ്യം. മുസ്ലിം ലീഗും ഈ നീക്കത്തിനൊപ്പം നിന്നു. രാജീവ് ഗാന്ധിക്ക് ഞാൻ പാർലമെന്റിൽ തിരിച്ചു വരരുത്, ബോഫേഴ്സ് കേസിന്റെ ഫലമായിട്ട്
എന്ന ഒരു ശക്തിയായ നിർബന്ധമുണ്ടായിരുന്നു. അതനുസരിച്ചില്ല, വരില്ല എന്ന് കരുണാകരൻ വാഗ്ദാനം കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കിയാന്നൊക്കെ പറയണ്ടത്, എന്താ അറിയില്ല. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ടി.കെ. ഹംസയായിരുന്നു ഇടതു സ്ഥാനാർത്ഥി. BJP ബന്ധമെന്ന വിമർശനമുയർന്നതോടെ സ്വന്തം സ്ഥാനാർത്ഥിയെന്ന് തെളിയിക്കാൻ ബേപ്പൂരിൽ അന്നത്തെ ലീഗ് പ്രസിഡന്റ് പാണക്കാട് ശിഹാബ് തങ്ങൾ തന്നെ പ്രചാരണത്തിനിറങ്ങി. സഖ്യത്തെ പരാജയപ്പെടുത്തി രണ്ടിടങ്ങളിലും ഇടതുപക്ഷം വിജയിച്ചു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ച ഉമ്മൻചാണ്ടി. തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡും അംഗീകരിച്ചെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ ഇടുക്കിയുമായി വെച്ചുമാറിയാൽ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി കോട്ടയത്ത് PC വിഷ്ണുനാഥിന് നറുക്കുവീണേക്കും. കോട്ടയത്ത് ഉമ്മൻചാണ്ടിയെ ഇറക്കി ഇടുക്കി പകരം നൽകി മാണി ജോസഫ് തർക്കം പരിഹരിക്കാനായിരുന്നു കോൺഗ്രസിന്റെ ആദ്യ ആലോചന. എന്നാൽ മത്സരിക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി നിലപാടെടുത്തു. ഇതോടെ ഹൈക്കമാൻഡിനെ കൂട്ടുപിടിച്ച് ഉമ്മൻചാണ്ടിയുടെ മനസ്സ് മാറ്റാനായി KPCC പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ശ്രമം. മത്സരിക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെയും അറിയിച്ചു. മുതിർന്ന നേതാവായ ഉമ്മൻചാണ്ടിയുടെ നിലപാട് ഹൈക്കമാൻഡും അംഗീകരിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം. ഇടുക്കി കേരള കോൺഗ്രസിന് നൽകി പകരം കോട്ടയത്ത് മത്സരിക്കേണ്ടി വന്നാൽ തനിക്ക് പകരക്കാരനെ ഉമ്മൻചാണ്ടി തന്നെ നിർദ്ദേശിച്ചെന്നാണ് സൂചന. AICC സെക്രട്ടറി കൂടിയായ വിഷ്ണുനാഥിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. വിഷ്ണുനാഥിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഹൈക്കമാൻഡിനും എതിർപ്പുണ്ടാകില്ല. പക്ഷേ KM മാണിയെക്കൊണ്ട് ഈ നിർദ്ദേശം അംഗീകരിപ്പിക്കുകയെന്നതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി. ഇതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇക്കാര്യം പരസ്യമാക്കാത്തതും. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയെങ്കിൽ കോട്ടയം വിട്ടു നൽകാൻ KM മാണി തയ്യാറാകുമെന്ന സൂചനയുണ്ടായിരുന്നു. ഒരു തവണത്തേക്ക് മതിയെന്നതും ഈ ഫോർമുല അംഗീകരിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ PC വിഷ്ണുനാഥ് മത്സരിക്കാനെത്തിയാൽ പിന്നീട് സീറ്റ് തിരികെ ലഭിക്കില്ലെന്നാണ് മാണി വിഭാഗം ഭയപ്പെടുന്നത്. ഇതും UDF സീറ്റ് വിഭജന ചർച്ച നീളാൻ കാരണമായിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കോഴിക്കോട് മണ്ഡലത്തിൽ മൂന്നാം ഊഴത്തിനൊരുങ്ങുന്ന MP MK രാഘവന്റെ അവകാശവാദങ്ങൾക്കെതിരെ LDF. വികസന നേട്ടങ്ങളും ജനപ്രീതിയും അവകാശപ്പെട്ടുള്ള പ്രചാരണം പൊള്ളയാണെന്നാണ് ആരോപണം. MPക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ആദ്യപടിയായി പാഴായിപ്പോയ 10 വർഷങ്ങൾ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. 10 വർഷം കൊണ്ട് നേടിയെടുത്ത ജനപ്രീതിയാണ് പയ്യന്നൂർക്കാരനായ MK രാഘവന് കോഴിക്കോട് മണ്ഡലത്തിലെ മൂലധനം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പ്രചാരണം തുടങ്ങിയ MPക്ക് തടയിടാൻ LDFും കച്ചമുറുക്കി കഴിഞ്ഞു. MP ഫണ്ട് വീതം വെക്കുന്നതൊഴിച്ചാൽ മണ്ഡലത്തിൽ മറ്റു വികസന പ്രവർത്തനങ്ങളിലെന്നാണ് പ്രധാന ആരോപണം. കല്യാണ വീടുകളിൽ മുടങ്ങാതെ എത്തുന്ന MPയെ നിപ്പ കാലത്ത് മണ്ഡലത്തിലെങ്ങും കണ്ടില്ല. പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിൽ MK രാഘവൻ ഇടപെടുന്നില്ലെന്നും എളമരം കരീം MP. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ വിജയാഹ്ലാദത്തിന് മുമ്പിൽ മാത്രം നിന്നാൽ മതിയോ? തോൽക്കുമ്പോഴും വേണ്ടേ? പ്രതിസന്ധി ഉള്ളിടത്ത് വരണ്ടേ? പ്രയാസമുള്ളിടത്ത് കാണണ്ടേ? ജനങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടോ? ഒരിടത്തും കണ്ടില്ല. RSS നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളെ ഒരു വാക്കുകൊണ്ടെങ്കിലും എതിർക്കാൻ ഈ 10 കൊല്ലക്കാലം MP എന്ന നിലയിൽ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ പദ്ധതികൾ സ്വന്തമാക്കി അവതരിപ്പിക്കുകയാണ് രാഘവനെന്ന് MP ശ്രേയാംസ് കുമാർ കുറ്റപ്പെടുത്തി. ഞാൻ ചെയ്ത കാര്യം ഞാൻ ചെയ്തു എന്ന് പറയാം, വേറൊരാൾ ചെയ്ത കാര്യം കൂടി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കണ്ടേ. മറ്റു ചിലവർ വളരെയധികം മെനക്കെട്ട് കൊണ്ടുവരുന്ന പരിപാടികൾ തന്നെ സ്വന്തമാക്കുന്ന അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയുന്നില്ല, കാരണം പറയുന്നതിൽ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് തൻ്റേതാക്കി മാറ്റുന്ന അതുപോലുള്ള കാര്യങ്ങൾ ശ്രീ രാഘവന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. 2009 വീരേന്ദ്രകുമാർ പോയപ്പോൾ കൈവിട്ട മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് CPM. MK രാഘവൻ നയിക്കുന്ന ജനഹൃദയ യാത്രയിലെ അവകാശവാദങ്ങൾക്ക് എണ്ണി മറുപടി പറയാനുള്ള തീരുമാനത്തിന്റെ ആദ്യപടിയായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. സൊസൈറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ആയുർവേദ മെഡിസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച അഖില കേരള ആയുർവേദ പ്രബന്ധ രചനാ മത്സര വിജയികൾ തിരുവനന്തപുരത്ത് നടന്നു. മസ്കോട്ട് ഹോട്ടലിൽ നടന്ന ചടങ്ങ് ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ രംഗത്ത് നിസ്തുല സംഭാവനകൾ നൽകിയ ഡോക്ടർ VP സിദ്ധനെ ചടങ്ങിൽ അനുസ്മരിച്ചു. ഹെൽത്ത് സർവീസ് ഡയറക്ടർ ഡോക്ടർ RL സരിത മുഖ്യാതിഥിയായ ചടങ്ങിൽ ബിജുകുമാർ ആയുർമഠം അധ്യക്ഷത വഹിച്ചു.